ജന്തർ മന്ദറിലെ പാറ്റ സമരത്തിനിടയിൽ പാക് ചാര സംഘടന ISI അട്ടിമറിക്ക് ശ്രമിച്ചു. പാക് നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് പഞ്ചാബ് പോലീസാണ്. പ്രായപൂർത്തിയാകാത്ത സംഘം ഉൾപ്പെടെ പിടിയിലായ 9 പേരിൽ നിന്നാണ് പഞ്ചാബ് പോലീസിന് അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ജന്തർ മന്ദറിലെ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെ ആക്രമണത്തിന് പാക് ചാര സംഘടനയായ ISI പദ്ധതിയിട്ടെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. പെട്രോൾ ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. പോലീസ് അടക്കം സുരക്ഷാ സേനാംഗങ്ങളായിരുന്നു ജന്തർ മന്ദറിലെ ഇവരുടെ ലക്ഷ്യമെന്നും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് പെട്രോൾ ബോംബ് നിർമ്മാണ വസ്തുക്കൾ സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നിന്നും സംഘത്തിന് സഹായം ലഭിച്ചെന്നും അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ഭുല്ലർ പറഞ്ഞു. उसमें 9 आरोपी गिरफ्तार हुए हैं. 3 पिस्टल, 4 पेट्रोल बॉम्ब, मोटरसाइकिल है, 1 लाइटर और कुछ लाइव कार्ट्रिजेस रिकवर हुए हैं. एक मॉड्यूल जो है रेलवे ट्रैक के ऊपर कैमरास लगा के पाकिस्तान को फीड भेजने का काम करता है. दोनों मॉड्यूल्स को ISI के हैंडलर्स खुद हैंडल कर रहे थे और उसमें हमने 4 आरोपी गिरफ्तार किए हैं. जो कैमरा मॉड्यूल है, रेलवे ट्रैक जो जलंधर जा रहा है उसके ऊपर से कैमरा भी डिटेक्ट किया. GRP का जुरिस्डिक्शन था, वहाँ केस रजिस्टर हुआ. बट कमिश्नरेट पुलिस अमृतसर अपनी तरफ से साथ में इन्वेस्टिगेशन करती रही और हमने सारे आरोपी और कैमरा वगैरह उनके हवाले भी किए. 8 പേരടങ്ങുന്ന സംഘം ജന്തർ മന്ദർ സന്ദർശിച്ച് തിരികെ മടങ്ങുമ്പോൾ പഞ്ചാബ് പോലീസ് പിടികൂടിയതുകൊണ്ട് അട്ടിമറി നടന്നില്ല. പാക് ചാര സംഘടനയുമായി ബന്ധമുള്ള 2 ഭീകര മൊഡ്യൂളുകളാണ് പഞ്ചാബ് പോലീസ് പിടികൂടിയത്. പിടിയിലായ 9 പേരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഒരു സംഘം റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം CCTV സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തെന്നും കണ്ടെത്തി. നേരത്തെ ബംഗാളിൽ നിന്ന് പിടിയിലായ ജെയ്ഷെ മുഹമ്മദ് ഭീകരനും ജന്തർ മന്ദറിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടതായി ബംഗാൾ പോലീസ് അറിയിച്ചിരുന്നു. ജനം, ഡൽഹി.